പേരെടുക്കാമെന്ന അച്ചി ഇരട്ട പെറ്റു എന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, അഴിമതിക്കെതിരെ ചൂലെടുത്ത് പൊതുമധ്യത്തിൽ എത്തിയ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും വലിയ അഴിമതിക്കാരൻ. അഴിമതി മാത്രമാണോ? ഇപ്പോൾ ഇതാ രാജ്യദ്രോഹം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചാരപ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കെജ്രിവാൾ അദ്ദേഹം ആദർശ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലൻ എന്ന രീതിയിലാണല്ലോ മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പൊയ്മുഖങ്ങൾ ഓരോന്നായി ഇങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയല്ലേ അംശു? ഒന്നാമത്തെ കാര്യം, കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തെ മുഴുവനായും ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനില്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തുറന്നു പറയാൻ എനിക്ക് അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് തിരക്ക് കൂട്ടി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കെജ്രിവാളിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ കെജ്രിവാളിനെ കുറ്റക്കാരനാക്കാൻ അനിൽ നമ്പ്യാറും തിരുക്കം കൂട്ടേണ്ട കാര്യമില്ല. അത് കോടതിയിലിരിക്കുന്നൊരു വിഷയമാണ്. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതുവരെയും കോടതി അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. ഇനി ഈ ഒരു വിഷയത്തിൽ പറയുന്നതിന് മുമ്പേ ഞാൻ 2004 സ്പ്രിംഗ് മാഗസിനിൽ വന്ന ലോറൻസ് ബ്രിറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ആർട്ടിക്കിളിനെ പരിചയപ്പെടുത്താണ്. അദ്ദേഹം ലോകത്തിലെ 5 ഫാസിസ്റ്റുകളെ പഠിച്ചു. അതിൽ നിന്ന് 14 സമാന സ്വഭാവങ്ങളെ കണ്ടെത്തി. ആ 14 സമാന സ്വഭാവങ്ങൾ ഞാനിവിടെ വായിക്കാം. ഒന്ന്, ശക്തമായ ദേശീയത സൃഷ്ടിച്ചെടുക്കുക, മനുഷ്യാവകാശ ലംഘനം നടത്തുക, രാജ്യത്തിനകത്ത് ഒരു പൊതു ശത്രുവിനെ സൃഷ്ടിക്കുക, സുപ്രീമസി ഓഫ് മിലിറ്ററിക്ക് ഭയങ്കരമായ ശക്തി കൊടുക്കുക, മീഡിയകളെ മുഴുവനായും കൺട്രോൾ ചെയ്യുക, അവരിൽ സ്വാധീനം ചെലുത്തുക, രാജ്യസുരക്ഷയോട് ഭയങ്കരമായ ഭീതിജനകമായ സാഹചര്യം ഉണ്ട് എന്ന് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുക, രാജ്യസുരക്ഷ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കുക. ആ പോയിന്റാണ് ഞാനിവിടെ ടിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മതവും രാഷ്ട്രീയവും തമ്മിൽ ഇഴചേർന്ന് പ്രവർത്തിക്കും, കോർപ്പറേറ്റുകളെ സംരക്ഷിക്കും, തൊഴിലാളികളുടെ അവകാശങ്ങളെ നിഷേധിക്കും, ബുദ്ധിജീവികളെയും കലാപ്രവർത്തകരെയും അവഗണിക്കും, കുറ്റം ശിക്ഷ എന്നുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ ക്രോണിസം ആൻഡ് കറപ്ഷൻ, തൻ്റെ സ്വന്തം വ്യക്തികളെ, തങ്ങൾ താല്പര്യമുള്ള ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും അതുവഴി വലിയ വലിയ അഴിമതി നടത്തുകയും ചെയ്യും. ഫ്രോഡുലന്റ് എലക്ഷൻ, തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യും. ഈ 14 സ്വഭാവങ്ങൾ 14 ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഏത് ദിവസമായിരുന്നു? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇലക്ടറൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങുന്ന ദിവസമാണ്. അല്ലെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചേക്കാം എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചു തുടങ്ങിയ ഒരു സമയത്താണ്. ഇപ്പം ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മൾ ദേശീയ ചാനലുകൾ കാണുമ്പോൾ അവിടെ മുഴുവനും ചർച്ച ഇത് തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ജനം TV ഈ വിഷയം തിരഞ്ഞെടുത്തതുപോലെ ആളുകളുടെ മുന്നിൽ ഈ വിഷയമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു? ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിനോട് ഏകദേശം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോട് ഒരു മാസക്കാലം പോലും അല്ലെങ്കിൽ ഒരു മാസക്കാലം മാത്രം ഇന്ന് മുതൽ ബാക്കിയുള്ള ദിവസം തെരഞ്ഞെടുപ്പിൽ എന്താ ചർച്ച ചെയ്യേണ്ടത്? ഒരു സർക്കാരിൻ്റെ മുൻ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് നടക്കേണ്ടത്, അല്ലേ? പക്ഷേ ചർച്ചകൾ മുഴുവനും വേറൊരു വഴിയിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്? ഇപ്പം ഏറ്റവും അവസാനം ഒരു ഗ്ലോബൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യക്കകത്തെ 60% സ്വത്തും 5% കയ്യിലാണ്. ഏറ്റവും താഴേക്കിടയിലിരിക്കുന്ന 50% കയ്യിൽ വെറും 3% മാത്രമാണ് സമ്പത്തിന് അവകാശമുള്ളത്. എന്നുവെച്ചാൽ സാധാരണക്കാരനിലെ 50% ഇന്ത്യയുടെ മൊത്തം സ്വത്തിൻ്റെ വെറും 3% കൈയാളുന്നത്. രാജ്യത്തിൻ്റെ 60% സ്വത്ത് 5% പേരാണ് കൈയാളുന്നത്. തൊഴിലാളികളെ സംബന്ധിക്കുന്ന കാര്യം കേൾക്കൂ. കൂലി വർധനവ്
അംശു, ഇന്ത്യ മോദി ഇന്ത്യയായിട്ട് സർക്കാർ തന്നെ അധികാരത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. വന്നതിന് ശേഷം വിലക്കയറ്റത്തിന് ആനുപാതികമായ കൂലി വർധനവ് വെറും 1% താഴെ മാത്രമാണ് സംഭവിച്ചത്. പെട്രോൾ ഡീസൽ വിലയെക്കുറിച്ചോ LPG ഗ്യാസിനെ കുറിച്ചോ ഇന്ധന വിലയെക്കുറിച്ചോ ഇവിടെ ആരും സംസാരിക്കുന്നേ ഇല്ല ചാനലുകളിൽ. കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 47% തൊഴിലില്ലായ്മ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.